കണ്ടശാങ്കടവ് ജലോത്സവ നഗരിയിൽ സ്ഥിരം പവലിയൻ എന്ന സ്വപ്നം ഇനിയും അകലെ. പവലിയന് സർക്കാർ അനുമതി നൽകിയെങ്കിലും നടപടിക്രമങ്ങൾ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ കായൽപൂരമാണ് കണ്ടശാങ്കടവ് ജലോത്സവം. 5 വർഷക്കാലമായി മുടങ്ങിക്കിടന്ന ജലോത്സവം 2011 മുതലാണ് പുനരാരംഭിച്ചത്. ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിയായി നടക്കുന്ന സംസ്ഥാനത്തെ ഏക ജലമേളയും ഇതുമാത്രമാണ്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നെഹ്റു ട്രോഫി പോലുള്ള ജലോത്സവങ്ങൾക്ക് പരിഗണന ലഭിക്കുമ്പോൾ കണ്ടശാങ്കടവ് ജലോത്സവത്തിന് വേണ്ട സഹായം നൽകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. LDF സർക്കാരിന്റെ കാലത്താണ് ജലോത്സവം പുനരാരംഭിക്കാൻ നടപടിക്രമങ്ങൾ തുടങ്ങിയത്. അന്നത്തെ മണലൂർ MLA മുരളി പെരുന്നള്ളി നിയമസഭയിൽ കൊണ്ടുവന്ന സബ്മിഷന്റെ ഭാഗമായാണ് ജലോത്സവം നടത്താൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് വന്നത്. മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്തിന്റെ പരിശ്രമം മൂലം വാടാനപ്പള്ളി പഞ്ചായത്തിനെ കൂടി യോജിപ്പിച്ച് ജലോത്സവം ആരംഭിക്കുകയായിരുന്നു. ചുണ്ടൻ വള്ളങ്ങളടക്കം നിരവധി വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കാളികളായത്. ജലോത്സവ നഗരി സന്ദർശിച്ച ടൂറിസം മന്ത്രി AP അനിൽകുമാർ ഇവിടെ സ്ഥിരം പവലിയൻ നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. തുടർന്ന് PA മാധവൻ MLAയുടെ നിരന്തര ഇടപെടൽ മൂലം പവലിയന് സർക്കാർ അനുമതി നൽകി. 2015 ജലോത്സവത്തിന് മുന്നോടിയായി നിർമ്മാണത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ ആരംഭിക്കും എന്നാണ് ജനപ്രതിനിധികൾ വാക്ക് നൽകിയിരുന്നത്. ടൂറിസം വകുപ്പ് കണ്ടശാങ്കടവിൽ സ്ഥിരമായിട്ടൊരു പവലിയൻ നിർമ്മിക്കാനായിട്ട് 1 കോടി രൂപ അനുവദിക്കുകയും നിർമ്മാണ ചുമതല സിൽക്ക് എന്ന് പറയുന്ന സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും കണ്ടശാങ്കടവിന്റെ മുഖച്ഛായ മാറ്റാൻ സാധ്യമാകുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. പവലിയൻ നിർമ്മാണത്തിന് 1 കോടി രൂപ സർക്കാർ അനുവദിച്ചതായി വാക്കാൽ ടൂറിസം വകുപ്പ് ജലോത്സവത്തിന്റെ സംഘാടകരായ മണലൂർ ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തുടർരേഖകളോ നടപടിക്രമങ്ങളോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പിന്നീടുണ്ടായിട്ടില്ല. 4 ലക്ഷം രൂപ മുടക്കിയാണ് ജലോത്സവ നഗരിയിൽ താൽക്കാലിക പവലിയൻ സ്ഥാപിക്കുന്നത്. സ്ഥിരം പവലിയൻ ആയാൽ ഈ തുക ജലോത്സവത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വിദേശികളടക്കം നിരവധി പേരാണ് എല്ലാ വർഷവും ജലോത്സവ നഗരിയിലെത്തുന്നത്. അതേസമയം ജലോത്സവത്തിന്റെ അധിക സാമ്പത്തിക ബാധ്യത മൂലം ജലോത്സവം ഇക്കുറി നടത്താനുള്ള പ്രാരംഭ നടപടികൾ പോലും സംഘാടക സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. TCV ന്യൂസ്, അന്തിക്കാട്.